മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടിയാണ് സുകുമാരി എന്ന് പറയുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സുകുമാരിയുടെ സിനിമകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അമ്മ കഥാപാത്രമായിട്ടുമൊക്കെ സുകുമാരിയുടെ സിനിമകൾ നിറഞ്ഞോടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ സുകുമാരിയുടെ മരണത്തോടെ മലയാള സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് ഉണ്ടായത്. കാരണം സുകുമാരിയെ പോലെ നല്ല രീതിയിലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നടിയും ഇന്ന് മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം കവിയൂർ പൊന്നമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സുകുമാരിയാണ് ഈ മലയാള സിനിമയൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു ട്രാക്ക് മലയാള സിനിമയ്ക്ക് നൽകിയത് സുകുമാരിയായിരുന്നു. അമ്മ വേഷങ്ങളിലെല്ലാം മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും സുകുമാരി എന്ന നടിയെ സ്മരിക്കാത്ത മലയാളികൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മലയാളത്തിലെ മുതിർന്ന നടിയായിരുന്ന സുകുമാരിയുടെ മരണത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് സംവിധായകൻ വിനയൻ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത്. അവസാന നാളുകളിൽ സുകുമാരി ദുഃഖിതയായിരുന്നുവെന്നും പൂജാ റൂമിൽ വെച്ച് തീ പിടിച്ചു എന്ന വാർത്ത ശരിയാണോ എന്നും വിനയൻ ചോദിക്കുന്നുണ്ട്. സുകുമാരിയുടെ മരണം സിനിമാ ലോകത്ത് ഞെട്ടലായിരുന്നു എങ്കിലും തമിഴ് പത്രങ്ങളിൽ വാർത്തകളിൽ ചെറിയ ഒരു കോളം മാത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു തമിഴ് പത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. തമിഴ് സിനിമയിലടക്കം സുകുമാരി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സുകുമാരിയുടെ മരണത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം തമിഴ് ലോകം നൽകിയില്ല. തീപ്പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതം വന്നാണ് നടി മരിച്ചത്. ചെന്നൈയിലെ വീട്ടിൽ പൂജാമുറിയിലെ നിലവിളക്ക് കൊളുത്തുമ്പോൾ തീ പടർന്ന് പിടിച്ചാണ് പൊള്ളലേറ്റത് എന്നായിരുന്നു റിപ്പോർട്ട്. 40% പൊള്ളലേറ്റായിരുന്നു സുകുമാരി അതിഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2013 മാർച്ച് 26 സുകുമാരി മരിക്കുന്നത്. വിനയന്റെ പോസ്റ്റിന് പിന്നാലെ സുകുമാരിയുടെ മരണത്തെക്കുറിച്ച് നടൻ അനൂപ് മേനോൻ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. നമ്മൾ എത്ര നിസ്സാരരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. അതായത് 1998 ആകാശഗംഗയുടെ ഷൂട്ടിംഗ് തുടങ്ങി 8ാം ദിവസമാണ് ഗംഗ എന്ന കഥാപാത്രത്തിന് അനുയോജ്യമായ നടിയെ കണ്ടെത്തുന്നത്. അന്ന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നവരും പുതുമുഖങ്ങളുമായി വന്ന 4-5 പേർക്ക് ശേഷമാണ് മയൂരി എന്ന നടിയിലേക്ക് എത്തുന്നത്. യക്ഷിയുടെ കണ്ണുകളും ചിരിയും ആ കഥാപാത്രത്തിന് ഒരു പ്രധാന ഘടകമായിരുന്നു. ആരും അറിയാതെ വന്ന് ഷൂട്ടിംഗ് തന്നെ നിർത്തിവെക്കുമെന്ന ഘട്ടത്തിൽ സുകുമാരി ചേച്ചിയാണ് ചെന്നൈയിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് അഭിനയിപ്പിച്ച് നോക്കാമെന്നും പറഞ്ഞ് മയൂരിയെ വിളിച്ചു വരുത്തുന്നത്. എന്റെ ഇൻഡിപെൻഡൻസ് എന്ന സിനിമയുടെ സമയത്തും രാക്ഷസ രാജാവുമൊക്കെ ചില നിർണായക സമയങ്ങളിൽ സുകുമാരി ചേച്ചി ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്. ചേച്ചി സെറ്റിലുണ്ടെങ്കിൽ അതൊരു എനർജിയാണ്. ഗംഗയുടെ വേഷം മയൂരി അസലായി തന്നെ അഭിനയിച്ചു. അതിനുശേഷം കുറെ മലയാള ചിത്രങ്ങളിൽ കന്നഡക്കാരിയായ മയൂരി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2005 23ാം വയസ്സിൽ അവർ സ്വയം ജീവനൊടുക്കി എന്നത് ഞെട്ടലോടെയാണ് കേട്ടത്. വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ആ വാർത്ത എന്നാണ് വിനയൻ പറയുന്നത്. സുകുമാരി ചേച്ചിയുടെ അന്ത്യവും എനിക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്ന ചേച്ചി ജീവിത അവസാന കാലത്ത് വളരെ ഏറെ ദുഃഖിതയായിരുന്നു. പൂജാമുറിയിൽ വെച്ച് വസ്ത്രത്തിന് തീ പിടിച്ചു മരിച്ചു എന്ന വാർത്ത ശരിയാണോ? എനിക്കറിയില്ല. അതോ ചേച്ചിയും എന്തെങ്കിലും തീരുമാനിച്ചിരുന്നുവോ? പുതിയതായി തുടങ്ങുന്ന ഫാന്റസി ചിത്രത്തിൽ ആകാശഗംഗ വരുന്നുണ്ട്. ആ കഥാപാത്രത്തിനായി തിരയുകയാണ്. അവിടെയാണ് പഴയ ഗംഗയെയും അവരെ പരിചയപ്പെടുത്തിയ വ്യക്തിയെയും ഓർത്തുപോകുന്നത്.